ഇന്ന് നമ്മുടെ നാടുകളിലും ഒക്കെ കൂടുതലായിട്ടും ടൈമഡാക്കി വളർത്തുവാനും ഒക്കെ ആൾക്കാർ ഏറെയുള്ള ഒരു ബേഡാണ് സൺകുനൂർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ കുറേ ആൾക്കാർ ഇന്ന് ഇപ്പോൾ നമ്മുടെ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് പക്ഷി വളർത്തലിൽ. അപ്പോൾ നല്ലൊരു എൻക്വയറി ഉള്ള ബേഡായതുകൊണ്ട് തന്നെ ചിലർക്ക് ഇതിനെ എങ്ങനെ പരിചരിക്കണമെന്നൊന്നും അറിയില്ല. അവർക്ക് കൊടുക്കേണ്ട ഫുഡ്, അതുപോലെ അവരെ എത്ര മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡ് ചെയ്യിപ്പിക്കാമെന്ന് പറ്റിയ നമുക്ക് ഈ വീഡിയോയിലൂടെ പറയാം. നമ്മൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ കൊനൂർ ഭാഗത്തിൽപ്പെട്ട സ്മോൾ കൊനൂറിനുകളൊക്കെ വളർത്താം. അതുപോലെ ഈ സൺകുനൂറിനെ ഏകദേശം 2 കൊല്ലം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് DNA മാത്രമേ ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ധാന്യങ്ങൾ, ഒന്ന് സൺഫ്ലവർ സീഡാണ്. അത് ഇവർക്ക് ഡെയിലി വെച്ച് കൊടുക്കണം. അതുപോലെ ഇവരല്ലാതെ തിന്ന സീഡുകൾ, തിന, നെല്ല്, സീഡ് മിക്സുകൾ, അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ വിത്തുകൾ, കയ്പൻ്റെ വിത്ത്, അങ്ങനത്തെ പല സീഡുകൾ, റാഗി, മുത്താറി, ഇതെല്ലാം കൂടി നമ്മൾ മൊത്തമായിട്ട് സീഡ് മിക്സുകളാക്കിയിട്ട് ആണ് അധികവും വെച്ച് കൊടുക്കാറ്. അവർ കഴിക്കും, നല്ലവണ്ണം കഴിക്കും. പിന്നീട് നമ്മൾ ഇവർക്ക് വെജിറ്റബിളിലൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് പയർ, ബീൻസ്, അതുപോലെ കക്കിരി, പിന്നെ മത്തന്, വെണ്ട, പിന്നെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, എല്ലാ പച്ചക്കറികളും ഇവർ ധാരാളം കഴിക്കും. അതുപോലെ ഫ്രൂട്ട്സുകളിൽ നമുക്ക് അനാറ്, ആപ്പിള്, പേരക്ക, പപ്പായ, പിന്നെ അതിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ എന്തൊക്കെ ഫുഡുകൾ നമ്മൾ ശീലിപ്പിക്കുന്നു അത്രയും ഫുഡുകൾ ഇവർ കഴിക്കും. അതുപോലെ ഇവർക്ക് ചോക്ലേറ്റ്, ബിസ്ക്കറ്റുകൾ, അങ്ങനത്തെ ഫുഡുകളൊന്നും കൊടുക്കരുത്. ചില ആൾക്കാർ നമ്മൾ വളർത്തുന്ന പെറ്റെല്ലാം വിചാരിച്ച് നമ്മൾ കൊടുക്കും. ചില ബേഡ്സുകളൊക്കെ അത് വാങ്ങി നല്ലവണ്ണം കഴിക്കുകയും ചെയ്യും. പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കരുത്. അത് അവരുടെ ഹെൽത്തിനൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും നമ്മൾ കൊടുക്കരുത്. ഇവർക്ക് നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളാണ് ഫ്രൂട്ട്സ്, അതുപോലെ സീഡുകൾ, അത് വെച്ച് കൊടുക്കും. പിന്നെ നമുക്ക് കാൽസ്യത്തിന് വേണ്ടിയിട്ട് ഇവർക്ക് നമുക്ക് കാൽസ്യം ബ്ലോക്ക്, അതുപോലെ കാൽസ്യത്തിനുള്ള മരുന്നുകളൊക്കെ, മെഡിസിനുകളൊക്കെ കൊടുക്കുക. അതൊക്കെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ വെള്ളത്തിലോ അതോ കൊടുക്കുന്ന ഫുഡുകളിലൊക്കെ വെച്ച് കൊടുക്കുക. അതുപോലെ റെഡിമെയ്ഡ് എഗ് ഫുഡുകളൊക്കെ ഇവർക്ക് വാങ്ങാൻ കൊടുക്കാം. കാരണം ബ്രീഡിങ്ങിനൊക്കെ ഇടുന്ന കിളികൾക്ക് ഇങ്ങനത്തെ കാൽസ്യം, വിറ്റാമിനൊക്കെ നമുക്ക് കൊടുക്കാം. അത് തുടക്കത്തിൽ തന്നെ നമ്മളൊരു ഫീഡ് ചെയ്യുന്ന ചിക്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൊടുത്തു പോകാം. അങ്ങനെ നമുക്ക് ഇവർ ചെയ്യാം. അങ്ങനെ നമ്മളൊരു ബേഡിനെ നമ്മൾ കെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മികച്ച റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മളെ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കീപ്പ് ചെയ്താൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബേഡിന് നല്ല ഹെൽത്തി ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും, നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും, നമുക്ക് ബ്രീഡിങ്ങിൽ നല്ല റിസൾട്ട് ഉണ്ടാവും, കുറച്ച് മക്കളധികം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ്. അതുവരെ